നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഫ്രാൻസിസ് ചൂണ്ടൻ. നമ്മളിന്ന് എത്തിയിരിക്കുന്നതേ ശിവജി ഗുരുവായൂർ എന്ന് പറഞ്ഞ പ്രശസ്തമായ സിനിമാ നടനെ കാണാനാണ്. ആളുടെ വീട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതാണ് ആളുടെ വീട്. ആളുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു നാടക കളരി, ഒരു സ്റ്റേജെല്ലാം പണിത് റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കുട്ടികൾ വന്ന് നാടകം പരിശീലിപ്പിക്കുകയും അഭ്യസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന് ഈ വീടിൻ്റെ രീതിയിൽ അടുത്ത് തന്നെയാണ് അത് സ്റ്റേജെല്ലാം പണിതിട്ടിരിക്കുന്നത്. ശിവജി ഗുരുവായൂർ എന്ന് പറയുന്ന വ്യക്തി സിനിമാ നടനായതിന് ശേഷം ആൾക്ക് ഈ നാടകക്കളരി അല്ലെങ്കിൽ ഈ സ്റ്റേജ് ആളുടെ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിലേക്കുള്ള യാഥാർത്ഥ്യമാണ് ഈ സ്റ്റേജ് നമ്മൾ ഇന്ന് കാണുന്നത്. ഈ വീട്ടിൽ വന്ന് പുള്ളിയോട് ഒത്തിരി കാര്യങ്ങൾ, ഇന്ന് സിനിമയിലുള്ള കാര്യങ്ങളും നാടകത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നമുക്ക് ചോദിച്ചറിയാം. സാറേ നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് നാടകം നിന്നും സിനിമയിലേക്ക് എത്തിയത് സാറേ? ഞാൻ പ്രൊഫഷണൽ നാടകത്തിൽ നിരന്തരം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. നല്ല തിരക്കുള്ള സമിതികളിൽ തന്നെ ഒരു ദിവസം പോലും ഒഴിവില്ലാത്ത ഉള്ള കളികളായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് എനിക്കൊരു അവാർഡ് കിട്ടിയിരുന്നു ഒരു നാടകത്തിന്. ബാലൻ കെ നായർ മെമ്മോറിയൽ അവാർഡ്. അത് ഷൊർണൂർ വെച്ചിട്ടായിരുന്നു എൻ്റെ അവാർഡ് ദാനം. അപ്പോൾ അവാർഡ് വാങ്ങാൻ ഞാൻ പോയിരുന്നു. അവിടെ ഒരു ഗസ്റ്റായിട്ട് നമ്മളെ ലാൽ ജോസ് സാർ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ക്ലാസ്മേറ്റ്സൊക്കെ ചെയ്ത് വളരെ ഹിറ്റായിട്ടിരിക്കുന്ന അവിടെ ഷൊർണൂർ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നതാണ് ഹോസ്പിറ്റലിൽ. അപ്പോൾ അവരുടെ ഗസ്റ്റായിട്ട് അദ്ദേഹം ഡോക്ടറുടെ സാന്നിധ്യത്തിൽ സമ്മതത്തോട് കൂടിയിട്ട് അവിടെ വന്നതാണ്. അതൊരു നിമിത്തമായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ അവാർഡ് വാങ്ങി ഓഡിറ്റോറിയത്തിലേക്ക് തന്നെ ഇറങ്ങിപ്പോയി. അപ്പോൾ എൻ്റെ ഒരു മൂവ്മെൻറ്റ് ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ തന്നെ എന്നെ നമ്പർ തന്നു, എന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ നമ്പർ വാങ്ങി, പക്ഷേ വിളിച്ചില്ല എന്നുള്ളതാണ്. നമ്മൾ അവരൊക്കെ വലിയ ഒരു തിരക്കുള്ള സംവിധായകരാണ്. ഏത് മൊമെൻറ്റിലാണ് നമ്മളെ കോൾ ചെല്ലണമെന്ന് അറിയില്ല. ഞാൻ പൊതുവെ അങ്ങനെ ആരും അങ്ങോട്ട് വിളിക്കാറില്ല. അങ്ങോട്ട് വിളിക്കുന്ന സ്വഭാവം വളരെ കുറവാണ്. അത്യാവശ്യങ്ങൾക്ക് മാത്രമേ വിളിക്കുള്ളൂ. അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും എന്നെ വിളിച്ചിട്ട് ഒന്ന് ഷൊർണൂർ ഗസ്റ്റ് ഹൗസ് വരെ ഒന്ന് വരാമോ എന്ന് പറഞ്ഞിട്ടൊരു റിക്വസ്റ്റാണ് വെച്ചത്. നമ്മളത് അനുസരിച്ചു. നമ്മൾ സമയം കണ്ടെത്തി അവിടെ പോയിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്, നല്ലൊരു വേഷമുണ്ട്, അതിൽ സഹകരിക്കണം. അങ്ങനത്തെ കുഴപ്പമില്ല. സിനിമ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളതാണല്ലോ സിനിമ. ഞാൻ രാത്രി നാടകത്തിന് പോകും, പകലൊക്കെ സഹകരിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് പറ്റില്ല, ഗൾഫിലാണ് ഷൂട്ട്, ഒരു 10-12 ദിവസം ഗൾഫിലേക്ക് വരേണ്ടി വരും. അപ്പോൾ പിന്നെ നമ്മളത് ഒഴിവാക്കിയ പോലെ സംസാരിച്ചു. അത് പറ്റില്ല, കാരണം നാടകം നിരന്തരം നാടകമുണ്ട്, എല്ലാ ദിവസവും നാടകമുണ്ട്, അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ അവിടെ നിന്ന് ഇറങ്ങി റൂമിലേക്കായിട്ട് പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ എന്നെ വഴക്ക് പറയാൻ തുടങ്ങി. എന്താ നമ്മൾ പറയുന്നത്, ഇങ്ങനെ ഇത്രയും വലിയൊരു അവസരം കിട്ടിയിട്ട് ലാൽ ജോസിനെ പാടുള്ള ഒരാളുകളുടെ ക്യൂ നിൽക്കും ഇവിടെ, എന്നിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഗതികേട് ഇതാണ്, നാടകം ഒഴിവാക്കാൻ പറ്റില്ല. വീണ്ടും അദ്ദേഹം തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തന്നെ ഒരു നിർദ്ദേശം വെച്ചു. നമുക്കത് ഒരു 10 ദിവസത്തേക്ക് വേറെ ആരെങ്കിലും നിർത്തി പഠിപ്പിച്ച് നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ നിർത്തി ഷൂട്ടിങ് കഴിഞ്ഞാൽ വീണ്ടും നാടകത്തിൽ ജോയിൻ ചെയ്യാമല്ലോ. അപ്പോഴും പറഞ്ഞു പിന്നെ അത് മറ്റുള്ളവരോട് സംസാരിക്കണം, അവരോട് ചോദിക്കണം എന്നിട്ട് പറഞ്ഞു. അങ്ങനെ ചോദിച്ചു. കുട്ടൻചേട്ടൻ്റെ സമിതിയിലാണ് ഞാൻ കളിക്കുന്നത്. അതായത് വിജയരാഘവൻ്റെ എൻ എം പിള്ള സാറിൻ്റെ സമിതിയിലാണ് കളിക്കുന്നത്. അവരോടൊക്കെ പറഞ്ഞു. അവരുടെ സമ്മതപ്രകാരം ഒരു ആർട്ടിസ്റ്റിനെ കണ്ടെത്തി കൂടെ നടത്തി പഠിപ്പിച്ചു. ഞാനും കൂടെ പോയി. അദ്ദേഹത്തിനൊരു അവസരം കൊടുത്തു. അദ്ദേഹം കളിക്കുന്നത് ഞാൻ കണ്ടു. തൽക്കാലം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നിൽക്കാമെന്നുള്ള ബോധ്യപ്പെട്ടപ്പോൾ ആണ് ഗൾഫിലേക്ക് പോയത്. തിരിച്ചു വന്നപ്പോൾ പിന്നെ അതാണ് നാടകത്തിൽ സിനിമയിലേക്കുള്ള അവസരം. തിരിച്ചു വന്നപ്പോൾ പിന്നെ നാടകക്കാർ എന്നെ കൈയൊഴിയുണ്ടായത്. ഞാൻ അവർ പറഞ്ഞ ഡേറ്റിൽ തന്നെ, അപ്പോൾ കുട്ടൻചേട്ടനായിട്ടും അവർ സംസാരിച്ചിട്ടുണ്ട്. ശിവജിയുടെ അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞാൽ ഉടനെ അവിടെ നിന്ന് പാക്ക് ചെയ്തേക്കണം, അപ്പോൾ നാടകങ്ങളാണ് എന്ന് പറഞ്ഞു. അത് അവർ അനുസരിക്കുകയും ചെയ്തു. എൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്നു. ഞാനിവിടെ വീട്ടിൽ പെട്ടി കൊടുന്നു വെച്ചു. നാടകത്തിൻ്റെ ഡ്രസ്സുമായിട്ട് തൃപ്രയാറാണ് വണ്ടി എടുക്കുന്നത്. അവിടെ പോയി വണ്ടിയിൽ കയറാൻ നേരത്താണ് അവർ പറയുന്നത്, വേണ്ട ശിവജി ശിവജി വേണ്ട, അത് സബ്സ്റ്റിറ്റ്യൂട്ട് തന്നെ തുടർന്നാൽ മതി എന്നാണ് ഞങ്ങൾ തീരുമാനം. നമുക്ക് ഭയങ്കര ഒരു വിഷമം തോന്നി എന്ന് പറഞ്ഞാൽ വല്ലാത്ത, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ആ ക്യാരക്ടർ അങ്ങനത്തെ ആയിരുന്നു. നമ്മളത് ഒരു നാടകം അവസാനിച്ചു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ആ ക്യാരക്ടർ നമ്മളെ ഉള്ളിൽ നിന്നാണ്ട് ഇറക്കി വെക്കുക. ഇപ്പോഴും ആ ക്യാരക്ടർ ഉള്ളിൽ നിന്ന് ഇറക്കി വെച്ചിട്ടില്ല. അത് ഫിനിഷ് ചെയ്തിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എൻ്റെ വണ്ടിയിൽ, നാടക വണ്ടിയിൽ എൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഫാന്, പായ, തലേണ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എടുക്കണം.
പിന്നെ ഞാൻ അവർക്ക് ചില സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളെ സുഹൃത്തുക്കൾക്ക്. അതും വേണം. അപ്പോൾ ഈ ഗുരുവായൂരടുത്താണ് നാടകം. ഞാൻ വണ്ടിയിൽ ഗുരുവായൂർ ഇറങ്ങിക്കോളാം, നിങ്ങൾ നാടകം കളിച്ചോളൂ. അത് വേണ്ട ശിവജി, അത് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ശിവജി അത്. അപ്പോൾ ഇവര് പൊതുവെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ശിവജി നാടകം ഉപേക്ഷിച്ച് പോയി എന്നുള്ളത്. ആ, പക്ഷെ ഇവിടെ എൻ്റെ ഈ ഏരിയയിൽ മൊത്തം കളി കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ എൻ്റെ കെയർ ഓഫിലും കൂടിയാണ്. അപ്പം ഞാൻ പുറത്ത് നിന്നിട്ട് കളിക്കാതിരിക്കുമ്പോൾ അവർ ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെയാണ്. അപ്പോൾ വണ്ടിയിലും പോലും കയറാൻ സമ്മതിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഞാനൊന്ന് പോന്നു, ഭയങ്കര വിഷമമുണ്ടായി. പക്ഷേ നമ്മൾ മെൻ്റലി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ചുറ്റും നാടകം കളിക്കുക, ഞാൻ മാത്രം ഒറ്റയ്ക്കോടെ ഇരിക്കുക, ഒരു ഭ്രാന്തമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്നുള്ളൊരവസ്ഥയിലാണ് എൻ്റെ ആരുടെയോ ഭാഗ്യത്തിന് എന്നെ ഒരു പകരക്കാരനായിട്ട് വിളിക്കുന്നത്. ഈ സമിതിയല്ല, വേറെ സമിതി. ഞാനൊന്നും നോക്കിയില്ല, വേഗം പോയി അതിൽ ജോയിൻ ചെയ്തു. നാടക വണ്ടിയിലിരുന്നിട്ടാണ് ഡയലോഗ് പഠിക്കുന്നത്. അങ്ങനെ നാടകം കളിച്ചു. പിന്നെ ആ നാടകം കുറച്ചങ്ങ് തുടർന്ന് ഇവിടെ കണ്ണൂരോ മറ്റോ കളിക്കുമ്പോഴാണ് ഇവരും നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഇവിടെ കേച്ചേരിയുള്ള ഒരു അമ്പലമുണ്ട്, സ്ഥിരം എൻ്റെ നാടകങ്ങൾ കളിക്കുന്നുണ്ട്. അപ്പോൾ അവർ നാടകം കളിക്കാൻ ചെന്നപ്പോൾ ഇവർ ശിവജി വേണമെന്നുള്ള വാശി പിടിച്ചു, നിർബന്ധം പിടിച്ചു. അവിടെ ഭയങ്കര ബഹളമൊക്കെ ആയി. ശിവജി നാട്ടിലുണ്ട്, നിങ്ങൾ അദ്ദേഹം ഉണ്ടെങ്കിൽ മാത്രമേ കളിച്ചാൽ മതി എന്നുള്ളൊരു തർക്കത്തിലേക്ക് എത്തി. അപ്പോഴാണ് അതിൻ്റെ രാജേട്ടൻ എന്ന് പറയും, അതിൻ്റെ മാനേജർ, കുട്ടൻചേട്ടൻ്റെ അളിയൻ, എന്നെ വിളിക്കുന്നത്. പക്ഷേ എന്നെ വിളിക്കുമ്പോൾ ഞാൻ കണ്ണൂർ നാടകത്തിൽ കളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാനിവിടെ കണ്ണൂരുള്ളത്, അത് നാടകമുണ്ട്, അത് വിഷയമില്ല. എന്നിട്ട് ഞാൻ കമ്മിറ്റിക്കാരൊക്കെ ആയിട്ട് സംസാരിച്ചു. അങ്ങനെ ഒരു പോലീസ് ബന്ദോബസ്തിലാണ് ആ നാടകം അവിടെ കളിച്ചതെന്നാണ് പറഞ്ഞത്. എവിടെ? കേച്ചേരിയിൽ. നാടകങ്ങളുടെ ഇടയിൽ നിന്ന് പോയി ഒരു സിനിമ അഭിനയിച്ചിട്ട് വീണ്ടും നാടകം തുടരാം, അതായിരുന്നു നമ്മുടെ മനസ്സിലുള്ള കണ്ടിന്യൂ ചെയ്യുന്നുള്ള മനസ്സിലേ ഇല്ല. പക്ഷെ ഭാഗ്യവശാൽ ഈ അറബിക്കഥ എന്ന് പറഞ്ഞ സിനിമ അങ്ങ് ഹിറ്റായി. വിചാരിക്കാത്ത ലെവലിന്റെ അപ്പുറത്തേക്ക് എത്തി. ഏതൊരു നടൻ എന്നുള്ള ചോദ്യം. അതിനെ തുടർന്ന് തന്നെ എനിക്ക് കുറേ സിനിമകൾ ഇതിന് വരികയും ചെയ്തു. അപ്പോൾ ഈ അറബിക്കഥ സിനിമ വിജയിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ട് കൂടിയാണ് ഞാൻ സിനിമ ഫീൽഡിൽ നിൽക്കുന്നത്. എപ്പോഴും ഒരു പരാജയപ്പെട്ട സിനിമയെന്ന് ആരും തേടില്ല. സിനിമയുടെ ഒരു വേറൊരു സിനിമ ഡിസ്കസ് ചെയ്യുന്ന നേരത്ത് നമുക്ക് ഇങ്ങനെ ഒരു വേഷമുണ്ട്, ആ അറബിക്കഥയിലെ ചങ്ങാനെ വിളിച്ചാലോ എന്നുള്ളൊരു ധാരണ വന്നതാണ്. അങ്ങനെ കുറച്ചടുപ്പിച്ച് കുറച്ച് സിനിമ കിട്ടിയായിരുന്നു. പിന്നെ ലാൽ ജോസും ഈ വിവരം എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ നാടകത്തിൽ നിന്ന് ഒഴിവാക്കിയെന്നുള്ളത്. അപ്പം അദ്ദേഹം എൻ്റെ ഒരു PR ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു എന്നാണ് പിന്നീട് അറിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ടിങ് കുറേ സിനിമകൾ കിട്ടാനുണ്ടായി. അത് ഗുണം ചെയ്തോ? പിന്നെ എനിക്ക് തുടർച്ചയായിട്ടുള്ള സിനിമകൾ കിട്ടുമ്പോൾ എന്തായാലും അറബിക്കഥയിലെ അതാരാണ് ചെയ്തത് എന്ന് സ്വാഭാവികമായിട്ട് ലാൽ ജോസിനോട് ചോദിക്കുകയുള്ളൂ. സിനിമാ ഫീൽഡിൽ ലാൽ ജോസിനോട് ചോദിക്കും. അപ്പോൾ ലാൽ ജോസ് പറയുന്നത് ശിവജി ഗുരുവായൂരാണ്, അദ്ദേഹത്തിന് നല്ല മാത്രമാണ്, കൊടുത്തോളൂ, വേഷം കൊടുത്തോളൂ, ധൈര്യമായിട്ട് കൊടുത്തോളൂ എന്നൊക്കെ പറയും. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ അറബിക്കഥ സിനിമ വിജയിച്ചു, തുടർന്നുള്ള സിനിമകളും വിജയിച്ചു, അത് ആഘോഷിക്കപ്പെട്ടു. അതിന്റെ പിൻബലത്തിലാണ് നമ്മളിപ്പോഴും ഈ സിനിമ ഫീൽഡിൽ നിൽക്കുന്നത്. പരാജയപ്പെട്ട സിനിമയുടെ ഒരു ആളെ ആരും എടുക്കില്ല. ചോദിക്കുമ്പോ ഇയാളെ ഏത് സിനിമയിൽ അഭിനയിച്ച് ഇങ്ങനെ അറബിക്കഥ പറഞ്ഞ സിനിമയിൽ ആ അറബിക്കഥ വിജയിച്ച സിനിമയാണ്. അപ്പൊ അദ്ദേഹത്തിന് അപ്പൊ വിജയിച്ച സിനിമയുടെ ഭാഗമാകുമ്പോഴേ അത് തുടർച്ച ഉണ്ടാവുള്ളൂ എന്നുള്ളത്. അങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിയത്. അതെ. നമ്മള് ഇവിടം കൊണ്ട് ഇത് തീരുന്നില്ല. ശിവജി സാറിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.